കേരളത്തിലെ റേഷന് കടകൾക്ക് സമാനമായ സർക്കാർ വക പലചരക്ക് കടകൾ ന്യൂയോർക്കിലും ആരംഭിക്കുന്നു. ഇന്ത്യൻ വംശജനായ ന്യൂയോർക്ക് മേയർ സുഹ്റാന് മംദാനിയാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഒരു വലിയ പരീക്ഷണത്തിന് സമയമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മംദാനി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സാധാരണക്കാരുടെ ഭക്ഷണച്ചെലവ് കുറയ്ക്കുമെന്ന് സർക്കാർ പലചരക്ക് കടകൾക്ക് കഴിയുമെന്ന് മംദാനി പറയുന്നു. റൊട്ടിമുട്ട തുടങ്ങി അത്യാവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്ന് അദ്ദേഹം പറയുന്നു. മേയറായി തന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയിലാണ് മംദാനിയുടെ പ്രഖ്യാപനം. 5 ബറോകളിലായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 5 നഗരസഭാ സ്റ്റോറുകളിൽ ആദ്യത്തേത് ഈസ്റ്റ് ഹാർലമിലെ മാർക്കറ്റയിൽ ആയിരിക്കും. അടുത്ത വർഷം അവസാനത്തോടെ ആദ്യ സ്റ്റോറും തുടർന്ന് 5 എണ്ണവും പ്രവർത്തന സജ്ജമാക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന താങ്ങാനാവുന്ന വിലയില് ഭക്ഷ്യവസ്തുക്കള് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിതെന്ന് മംദാനി പറഞ്ഞു. ഭക്ഷ്യശൃംഖല കോർപ്പറേറ്റുകള് നിയന്ത്രിക്കുമ്പോൾ വില കൂടുന്നു, അത്യാവശ്യ സാധനങ്ങള് ആഡംബരമായി മാറുന്നു. വിപണി പരാജയപ്പെടുന്നിടത്ത് ഇടപെടാനാണ് നഗരസഭയുടെ ഈ പബ്ലിക് ഓപ്ഷൻ അദ്ദേഹം വ്യക്തമാക്കി. തന്റെ 100 ദിവസത്തെ മേയർ ഭരണത്തെ ഷോക്കേസ് ചെയ്യുന്നതിന് മംദാനി തെരഞ്ഞെടുത്ത ചടങ്ങ് വളരെ ഹൃദ്യമായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും മംദാനിയും ന്യൂയോർക്കിലെ ഒരു പ്രീ കെ സ്കൂളിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചതാണ്. ഒരു പ്രസംഗമോ പത്രസമ്മേളനമോ ഉണ്ടായില്ല. കുട്ടികളോടൊപ്പം പാട്ടുപാടുക, കളിക്കുക, വർത്തമാനം പറയുക, അത്ര തന്നെ. ആരാണിദ്ദേഹം എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ മംദാനി, ആദ്യത്തെ പേരെന്ത്? ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേയർ. കൊച്ചുകുട്ടികൾക്ക് വരെ മേയർ എന്ന് പറഞ്ഞാൽ മംദാനിയാണ്. ഇപ്പോൾ 3-4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്ലേ സ്കൂളുകളുണ്ട്. നഗരസഭയ്ക്കാണ് ഇവയുടെ നടത്തിപ്പ് ചുമതല. മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ വരെ നോക്കാൻ ശിശുകേന്ദ്രങ്ങൾ സാർവത്രികമാക്കുമെന്നാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ കൂടിയേ തീരൂ. ന്യൂയോർക്ക് നഗരസഭയുടെ ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. ഇതുകൊണ്ടാണ് ഒബാമയും മംദാനിയും ആദ്യമായി കണ്ടുമുട്ടുന്നതിന് ഒരു പ്രീ കെ പ്ലേ സ്കൂളിനെ തെരഞ്ഞെടുത്തത്. കുട്ടികൾക്കൊരു കഥ, ഒരു കൂട്ടപ്പാട്ട്, ഒരു കളി, പിന്നെ കുറച്ചു കുട്ടിവർത്തമാനം. മുൻ അമേരിക്കൻ പ്രസിഡന്റും മേയറും കുട്ടികളോടൊപ്പം കളിക്കുന്നത് കാണാൻ ഏറെ രസകരമാണ്. അമേരിക്കയ്ക്ക് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ ശൈലിയാണ് മംദാനി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പോട്ടോൾ പോളിറ്റിക്സ് എന്നാണ് ഇതിന് പേര് വീണിരിക്കുന്നത്. ഇടതുപക്ഷക്കാരെപ്പോഴും വലിയ വലിയ കാര്യങ്ങളാണ് പറയുകയെന്നാണ് വൈപ്പ്. മംദാനിയും അതിൽ പിന്നിലല്ല. പക്ഷേ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും മുൻഗണന നൽകണമെന്നതാണ് പുതിയ ശൈലി. 6 ആഴ്ച മുതൽ 5 വയസ്സുവരെയുള്ള എല്ലാ ന്യൂയോർക്കുകാർക്കും സൗജന്യ ശിശുപരിപാലനം. ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണാതീതമായ സാഹചര്യത്തില് വില കുറച്ചു നിർത്താൻ ശ്രദ്ധിക്കുന്ന സിറ്റി ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകളുടെ ഒരു ശൃംഖല എന്നിവ മേയർ എന്ന നിലയിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ പെട്ടതായിരുന്നു. അതാണ് ഇത്രയും വേഗത്തില് മംദാനി നടപ്പില് വരുത്തിയത്. ചുരുക്കിപ്പാഞ്ഞാല് ന്യൂയോർക്കില് അടിമുടി മാറ്റം വരുത്തുകയാണ് പുതിയ മേയർ. അത് ജനങ്ങള് നന്നായി സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ന്യൂയോർക്കില് നിന്നും വരുന്ന വാർത്തകൾ.